വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂബ് ബൈറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ മഷ്റൂം ചേർത്തുണ്ടാക്കാവുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ നല്ലൊരു റൈസാണ്. വേറെ അധികം കറികളൊന്നും ഇല്ലെങ്കിലും ഈ റൈസ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് മഷ്റൂം. ബസ്മതി റൈസ് വേവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 12 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഏത് മഷ്റൂമാണെങ്കിലും ഡേറ്റ് നോക്കി ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുക. ഈ മഷ്റൂമിൻ്റെയൊക്കെ പുറത്ത് ബ്ലാക്ക് സ്പോട്ട് കാണും. അത് പോകാനായിട്ട് ഉപ്പും മഞ്ഞളും ചേർന്ന വെള്ളത്തിൽ 10 മിനിറ്റ് മുക്കി വെച്ച് നന്നായി കഴുകി ചോപ്പ് ചെയ്തെടുക്കുക. ബാക്കി വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 3 തണ്ട് സ്പ്രിംഗ് അണിയനും കൂടെ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് അതിൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. വൈറ്റ് പാർട്ട് കട്ട് ചെയ്തത് സവാള വഴറ്റുമ്പോൾ കൂടെ ഇട്ട് വഴറ്റി റൈസിൽ ചേർക്കുമ്പോൾ റൈസിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ഗ്രീൻ പാർട്ട് ചോപ്പ് ചെയ്തെടുത്തത് റൈസ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇട്ട് കൊടുത്ത റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനിയൊരു പാൻ ചൂടാവാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ഇട്ട് കൊടുക്കുക. ഈ റൈസ് നെയ്യിലോ ബട്ടറിലോ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നെയ്യ് ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് ആണ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള അളവുകളാണ് പറയുന്നത്. വെളുത്തുള്ളി ലൈറ്റ് ഗോൾഡൻ കളറാവാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം ചേർത്ത് ഒന്ന് ആദ്യം വഴറ്റി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ മഷ്റൂമിനുള്ളിൽ നിന്ന് തന്നെ വെള്ളം ഇതുപോലെ റിലീസായി വരും. ആ വെള്ളത്തിൽ കിടന്ന് മഷ്റൂം കുക്കായിട്ട് വരണം. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും മഷ്റൂം കുക്കായി വെള്ളം വറ്റിയിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ഇനി ബട്ടറിൽ കിടന്ന് ഇനി ഈ മഷ്റൂം ഒന്ന് സോട്ടായി കിട്ടണം. അപ്പോഴാണ് ഈ മഷ്റൂമിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ മഷ്റൂം കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് 6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് അണിയനും ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തതും പച്ചമുളക് ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കാം. പച്ചമുളക് അവരവരുടെ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ 2 പച്ചമുളകാണ് ചേർത്തത്. അപ്പോൾ ഒരു പാകത്തിനുള്ളൊരു എരിവുണ്ട്. ഈ സവാളയുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം 3 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ക്യാബേജ് ചോപ്പ് ചെയ്തതും 3/4 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഒരു 3 മുതൽ 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കാം. 5 ml ചേർത്താൽ മതി, കൂടുതലായി പോകരുത്. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ റൈസിലേക്ക് സോസായിട്ട് ആകെ സോയാ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഡാർക്ക് സോയാ സോസ്. അപ്പോൾ ഡാർക്ക് സോയാ സോസിലൊക്കെ ധാരാളം ഉപ്പുണ്ടാവും. അതും കൂടെ ചേർത്തിട്ട് ഉപ്പ് നോക്കി ഉപ്പ് ചേർത്താൽ മതി. 1.5 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുക. സോസ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിലൊരു ശകലം ഉപ്പ് കുറവുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും സോസ് ചേർത്തതിന് ശേഷം പിന്നെ ഉപ്പ് ചേർത്താൽ മതി. ആദ്യം മഷ്റൂം ഇട്ടപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടു. ഇപ്പോൾ 1/4 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ചോറും ഉപ്പ് ചേർത്ത് വേവിച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് എരിവൊക്കെ നോക്കാം. ഇനി നമ്മൾ ഈ ചോറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം തരിതരിപ്പായിട്ട് പൊടിച്ച 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനായിട്ട് ആ 2 പച്ചമുളകും ഈ കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിൽ നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് എരിവൊക്കെ നോക്കാം. അപ്പോൾ ഉപ്പ് എരിവൊക്കെ നോക്കുമ്പോൾ ഇതിൽ കറക്റ്റാണ്. ലാസ്റ്റായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻ പാർട്ടും കൂടെ അതിൻ്റെ 1/4 ഭാഗം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബാക്കി സ്പ്രിംഗ് അണിയൻ ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് ഓഫ് ചെയ്തു, സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ റൈസ് ഉണ്ടാക്കുമ്പോൾ 5 മുതൽ 6 പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ടാവും. എനിക്ക് സാധാരണ നമ്മൾ ബാക്കി സോസുകളൊക്കെ ചേർത്ത് റൈസ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു ഇഷ്ടപ്പെട്ട റൈസാണ്.
നമ്മൾ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുമ്പോൾ ചില്ലി ചിക്കൻ ഗോബി മഞ്ചൂറിയൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്താൽ നല്ലതായിരിക്കും. ഇവിടെ ഞാൻ സാധാരണ ഒരു സാലഡൊക്കെ കൂടി ഇത് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ റൈസ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്